പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയറും തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന ഭരണപക്ഷത്തിലുള്ള കൗൺസിലർമാരെ CPM കൗൺസിലർമാർ മൃഗീയമായി മർദ്ദിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മേയർ ശ്രീ VV രാജേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാലിന് പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പരിക്കേറ്റ് ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന മാതിരി ഹൈക്കോടതി 20 കൗൺസിലർമാരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടുകയും, എന്നാൽ ആ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കോടതിയുടെ അനുവാദം മുതലാക്കി അതില് മറ്റൊരു വിധി ഡിവിഷൻ ബെഞ്ചിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ സമ്പാദിക്കുന്നതിന് മുമ്പായി വിധി വന്ന് മണിക്കൂറിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ അംഗത്വം പുനഃസ്ഥാപിച്ചപ്പോഴത്തേക്ക് അത് CPM ഗുണ്ടകളെ വിരളി പിടിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇംഗ്ലീഷിലെ ഹിറ്റ് ബിലോ ദ ബെല്ലി എന്ന് പറയുന്നു. അപ്പൊ മലയാളത്തിലെ അടിവയറ്റിലെ ചവിട്ടെന്ന് പറയുന്നത് അത്രയ്ക്ക് ഭംഗിയല്ല, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചത്. CPM-ന് അടിവയറ്റിന് കിട്ടിയ ഒരു തൊഴിയായി പോയി ആ പെട്ടെന്നുള്ള സത്യപ്രതിജ്ഞ. ഞാൻ പോലും വൈകുന്നേരം 4 മണിക്ക് കേൾക്കുമ്പോഴത്തേക്ക് അതിശയിച്ചു പോയി. ഇത്രയും പെട്ടെന്ന് ആക്ഷൻ നടത്തുന്ന ഒരാളാണ് ഡെപ്യൂട്ടി മേയർ ശ്രീ VV രാജേഷ്. എന്തായാലും കഴിഞ്ഞ ആ ഒരു കറുത്ത കാലത്തിൽ നിന്ന് മാറി തിരുവനന്തപുരം നഗരസഭയിലെ സൂര്യോദയത്തിന്റെ ആ സിന്ദൂരവർണ്ണം പടർന്നതും അത് കമ്മ്യൂണിസ്റ്റുകാരെ ആകെ വിരളി പിടിപ്പിച്ചിരുന്നുവെന്ന് വീണ്ടും പറയേണ്ടി വരും. പ്രത്യേകിച്ചും ശ്രീ VV രാജേഷ് എന്നുള്ള വ്യക്തി കഴിഞ്ഞ ആഴ്ച ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡും കണ്ടെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റും, അതില് അദ്ദേഹം ഏറ്റവും കമ്മ്യൂണിസ്റ്റുകാരെ പ്രകോപിപ്പിച്ചത് ഈ മേയർ കണ്ടെടുത്ത പുഴുവരിച്ച സാധനങ്ങൾ കണ്ടെടുത്ത ഹോട്ടലുകളിലെ പേര് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തു നിന്നുള്ള, പ്രത്യേകിച്ച് മണക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു ഈ ഹോട്ടൽ മുഴുവൻ കേന്ദ്രീകരിച്ചത്. ഇതിന് 2 ആഴ്ചക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ വെള്ളായണിയിലെ ലൈസൻസ് ഇല്ലാതെ നടത്തി വന്ന ഒരു ഹോട്ടല് സീല് ചെയ്യിക്കുകയല്ല, തകര ഷീറ്റ് കൊണ്ട് അടച്ച് ആണിയടിച്ച് കൂട്ടിക്കുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ സീല് വെക്കുകയും അതിന്റെ പുറത്ത് മെഴുക് പുരട്ടുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ആ ഹോട്ടലിരുന്ന സ്ഥലത്ത് മുഴുവൻ തകര ഷീറ്റ് കൊണ്ട് ആണിയടിച്ച്, അതായത് ഒരാൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ അതിനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ജനോപകാരപ്രദമായ കാര്യങ്ങൾ, ജനകീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതൊരു ശാരീരികമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ, ഫിസിക്കൽ എലിമിനേഷന് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നിട്ട് ജനാധിപത്യം, സ്വാതന്ത്ര്യം, മതേതരത്വം എന്ന് കൊടിയിൽ എഴുതി വെച്ചേക്കും. ഇവരെന്ത് ജനാധിപത്യമാണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 പേരും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഹൈക്കോടതി വിധി പൂർണ്ണമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും അതിന്റെ മേലില് പിന്നീട് ഒരു ഹർജി നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. VV രാജേഷ് അല്ലെങ്കിലും തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധനായ ഒരു അഭിഭാഷകൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ അഭിഭാഷക ബുദ്ധിയിൽ വളരെ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഇടങ്ങേറാവുമെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനകത്ത് തന്നെ എല്ലാവരും വിളിച്ചുകൂട്ടി ജയിലിലുള്ള സുഗതൻ എന്ന് പറയുന്ന ആ ഒരു കൗൺസിലറെ പോയിട്ട് ബാക്കി 19 പേരെയും സത്യപ്രതിജ്ഞ ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇനിയും സുഗതനെതിരെ വേണമെങ്കിൽ കേസ് ഹൈക്കോടതിയിലോട്ട് പോകാം, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോട്ടോ പോകാം. പക്ഷെ ഈ 19 പേർക്കെതിരായിട്ടുള്ള കേസുകളിൽ ഇനി ഒരു ലീഗൽ റിവ്യൂ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് CPM ഈ ഒരു കടുത്ത കൈ ചെയ്തത്. ഇതിന്റെ പരാതിക്കാരനായ ദീപക് പറഞ്ഞത് അവര് പ്രതിഷേധിച്ചത് വളരെ ജനാധിപത്യപരമായിട്ടാണ്. ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുമ്പോൾ 2 പേര് എങ്ങനെ ആശുപത്രിയിലാവുമെന്ന് സഖാവെന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. നന്ദി, നമസ്കാരം.